നമ്മളെല്ലാവരും ഗ്യാസ് കണക്ഷൻ ഉപയോഗിക്കുന്നവരാണ്. അപ്പോൾ അങ്ങനെ വീട്ടിൽ LPG കണക്ഷൻ ഉള്ളവർ EKYC പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ LPG കണക്ഷനിൽ നിങ്ങൾ EKYC പൂർത്തീകരിച്ചിട്ടുണ്ടോ എന്ന് എങ്ങനെ പരിശോധിക്കാം? അങ്ങനെ പൂർത്തീകരിച്ചിട്ടില്ലെങ്കിൽ EKYC എങ്ങനെ നിങ്ങളുടെ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാം എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുവാനായിട്ട് പോകുന്നത്. ഇന്ന് ഞാനിവിടെ ഇന്ത്യൻ ഗ്യാസിൻ്റെ EKYC എങ്ങനെയാണ് പൂർത്തീകരിക്കുന്നത് എന്നാണ് നോക്കുവാനായിട്ട് പോകുന്നത്. വീട്ടിലിരുന്നുകൊണ്ട് നിങ്ങളുടെ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് നിങ്ങൾക്ക് തന്നെ സ്വയമായിട്ട് ഇത് പൂർത്തീകരിക്കാനായിട്ട് സാധിക്കും. വീഡിയോ എല്ലാവരും മുഴുവനായിട്ടും ശ്രദ്ധിച്ചും കാണുക. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള വീഡിയോസും നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കണുകൾ എനേബിൾ ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്ത ഇൻഫർമേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുവാനും മറക്കരുത്. ഡെയിലി അപ്ഡേറ്റ്സ് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് പേജ് കൂടെ ഫോളോ ചെയ്തേക്കുക. ഇന്ത്യൻ ഗ്യാസിൻ്റെ LPG കണക്ഷൻ ഉള്ളവർ EKYC പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്നതായിട്ടുണ്ട്. ഇന്ത്യൻ ഓയിൽ 1 എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര്. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ഇത് ലഭ്യമാണ്. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയി ഇന്ത്യൻ ഓയിൽ 1 എന്ന് ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ കിട്ടുന്നതാണ്. പിന്നീട് ആപ്പ് ഓപ്പൺ ആയിട്ട് വരുമ്പോൾ ചോദിക്കുന്ന എല്ലാ പെർമിഷനും ഗ്രാൻറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ ആപ്പ് ആദ്യമായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മളിതിലൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ലെഫ്റ്റ് സൈഡിൽ മുകളിലായിട്ട് കാണുന്ന ഹാൻഡ്ബർഗർ മെനുവിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ലോഗിൻ ആൻഡ് സൈൻ അപ്പ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പിന്നീട് ഓപ്പൺ ആയിട്ട് വരുന്ന പേജിൽ താഴെയായിട്ട് രജിസ്റ്റർ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത്തരത്തിലൊരു പേജ് ഓപ്പൺ ആയിട്ട് വരുന്നതാണ്. ഇവിടെ നമ്മുടെ മൊബൈൽ നമ്പർ, ഇമെയിൽ ID, ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം തുടങ്ങിയ വിവരങ്ങൾ നൽകേണ്ടതായിട്ടുണ്ട്. ആ വിവരങ്ങൾ എൻ്റർ ചെയ്തതിന് ശേഷം താഴെ കാണുന്ന രജിസ്റ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. രജിസ്ട്രേഷൻ സമയത്ത് നിങ്ങൾ ഗ്യാസ് ഏജൻസിയിൽ കൊടുത്തിരിക്കുന്ന അതേ നമ്പർ തന്നെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നീട് നിങ്ങൾ നൽകിയ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരുന്നതാണ്. ആ OTP എൻ്റർ ചെയ്ത് ഈ അക്കൗണ്ടിന് വേണ്ടി ഒരു പാസ്വേഡും കൂടെ നൽകി താഴെ കാണുന്ന OK ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇത്രയും ചെയ്യുന്നതോടുകൂടെ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിക്കുന്നതാണ്. ഇനി നമുക്ക് ആപ്പിലേക്ക് ലോഗിൻ ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾ രജിസ്ട്രേഷന് സംബന്ധിച്ച് നൽകിയ മൊബൈൽ നമ്പറും അതുപോലെ തന്നെ പാസ്വേഡ് എൻ്റർ ചെയ്താൽ നിങ്ങൾക്ക് ഈ ആപ്പിലേക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അടുത്തായിട്ട് നമ്മുടെ LPG ID അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി വീണ്ടും ഹാൻഡ്ബർഗർ മെനു ഓപ്പൺ ചെയ്യുക. അതിൽ മൈ പ്രൊഫൈൽ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ലിങ്ക് നൗ എന്നൊരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ 16 അക്ക LPG ID നമ്പർ എൻ്റർ ചെയ്യാനായിട്ട് അവിടെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് LPG ID നമ്പർ അറിയില്ല എങ്കിൽ അത് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അതെങ്ങനെയാണെന്ന് നോക്കാം. LPG ID കണ്ടുപിടിക്കുന്നതിന് വേണ്ടി myLPG.in എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. അവിടെ മുകളിലായിട്ട് ക്ലിക്ക് ഹിയർ ടു നോ യുവർ LPG ID എന്നൊരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. പിന്നീട് ഓപ്പൺ ആയിട്ട് വരുന്ന പേജിൽ ഇന്ത്യൻ ഗ്യാസിൻ്റെ നേരെയുള്ള റേഡിയോ ബട്ടൺ സെലക്ട് ചെയ്യുക. ഇപ്പോൾ പുതിയൊരു പേജ് ഇത്തരത്തിൽ ഓപ്പൺ ആയിട്ട് വരുന്നതാണ്. ഇവിടെ ക്വിക്ക് സെർച്ചും നോർമൽ സെർച്ച് എന്നിങ്ങനെ 2 ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങളുടെ ഗ്യാസ് ഏജൻസിയിൽ നിങ്ങൾ മൊബൈൽ നമ്പർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൊബൈൽ നമ്പർ ഉപയോഗിച്ച് സെർച്ച് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെയല്ല എങ്കിൽ നിങ്ങളുടെ ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ നെയിമും കൺസ്യൂമർ നമ്പർ ഉപയോഗിച്ച് നിങ്ങൾ സെർച്ച് ചെയ്യണം. ഡിസ്ട്രിബ്യൂട്ടർ നെയിമും കൺസ്യൂമർ നമ്പറും നിങ്ങളുടെ പാസ്ബുക്കിൽ, അതായത് ഗ്യാസിൻ്റെ ബുക്കിൽ നൽകിയിട്ടുണ്ടാകും. ഇത് ഉപയോഗിച്ച് നിങ്ങൾക്ക് സെർച്ച് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ മൊബൈൽ നമ്പർ ഉപയോഗിച്ചാണ് സെർച്ച് ചെയ്യുന്നത്. മൊബൈൽ നമ്പർ എൻ്റർ ചെയ്തതിന് ശേഷം താഴെ കാണുന്ന I am not a robot എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇത്രയും ചെയ്യുമ്പോൾ നമ്മൾ നൽകിയ മൊബൈൽ നമ്പറിലേക്ക് ഒരു 4 അക്ക OTP നമ്പർ വരുന്നതാണ്. OTP നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് വെരിഫൈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ 16 അക്ക LPG ID ഇവിടെ ഇത്തരത്തിൽ കാണിക്കുന്നതാണ്. ഈ LPG ID എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇവിടെ നോക്കിയറിയാം നമ്മുടെ LPG ID സ്റ്റാർട്ട് ചെയ്യുന്നത് 3 വെച്ചിട്ടാണ്. 3 എന്ന നമ്പർ ഓൾറെഡി ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ 3 ഒഴിച്ച് ബാക്കി വരുന്ന നമ്പറാണ് ഇവിടെ എൻ്റർ ചെയ്യേണ്ടത്. നിങ്ങളുടെ LPG ID അവിടെ എൻ്റർ ചെയ്തതിന് ശേഷം താഴെ കാണുന്ന സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ കൺസ്യൂമർ ഡീറ്റെയിൽസ് ഇത്തരത്തിൽ കാണിക്കുന്നതാണ്. അതൊന്ന് വെരിഫൈ ചെയ്യുക. കറക്റ്റ് ആണെങ്കിൽ യെസ് ഇറ്റ് ഈസ് കറക്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ എൻ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരുന്നതാണ്. ആ OTP അവിടെ എൻ്റർ ചെയ്ത് താഴെ കാണുന്ന ഡൺ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇത്രയും ചെയ്യുന്നതോടുകൂടെ നമ്മുടെ അക്കൗണ്ടുമായിട്ട് LPG ID ലിങ്ക് ആവുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് ഇത്തരത്തിലൊരു സക്സസ് സ്ക്രീൻ കാണാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്കിതിൽ ആപ്പിലേക്ക് വീണ്ടും റീലോഗിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി താഴെ കാണുന്ന റീലോഗിൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. വീണ്ടും നിങ്ങളുടെ മൊബൈൽ നമ്പറും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്തതിന് ശേഷം വീണ്ടും മൈ പ്രൊഫൈൽ ഓപ്ഷനിലേക്ക് പോവുക. അപ്പോൾ നിങ്ങളുടെ LPG ID കണക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ LPG ID നമ്പർ, അതുപോലെ സബ്സിഡി എനേബിൾ ആണോ അല്ലയോ, അതുപോലെ തന്നെ ഓപ്റ്റഡ് ഔട്ട് ഫോർ സബ്സിഡി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. അതിൻ്റെ താഴെയായിട്ട് നിങ്ങൾക്ക് KYC സ്റ്റാറ്റസ് എന്നൊരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ ഗ്രീൻ ടിക്ക് മാർക്കിലാണ് കിടക്കുന്നത്. അപ്പോൾ ഗ്രീൻ ടിക്ക് മാർക്കിലാണ് കിടക്കുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ ഓൾറെഡി KYC ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ വീണ്ടും KYC ചെയ്യേണ്ടതായിട്ടില്ല. ഗ്രീൻ ടിക്ക് മാർക്ക് അല്ല എങ്കിൽ നിങ്ങൾ KYC ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഇവിടെ ഓൾറെഡി ഗ്രീൻ ടിക്ക് മാർക്ക് ആയതുകൊണ്ട് എനിക്ക് KYC കംപ്ലീറ്റ് സ്റ്റെപ്പ് കാണിക്കാൻ പറ്റില്ല. പക്ഷേ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അതിനുവേണ്ടി താഴെ കാണുന്ന KYC എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത്തരത്തിലൊരു കൺസേൺഡ് നൽകാനുള്ളൊരു പേജ് ഓപ്പൺ ആയിട്ട് വരുന്നതാണ്. ആ കൺസേൺഡ് ചെക്ക് ബോക്സിന് നേരെ ടിക്കിട്ട് താഴെ കാണുന്ന ഫേസ് RD എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ഫേസ് സ്കാൻ ചെയ്യുന്നതിന് വേണ്ടി UIDAI പുറത്തിറക്കിയിരിക്കുന്ന ആധാർ ഫേസ് RD എന്നൊരു ആപ്പ് നമ്മൾ ഡൗൺലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്യാൻ ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ജസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. ജസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. ഇന്ത്യൻ്റെ ആപ്പ് ഈ ആപ്പിനെ ഓട്ടോമാറ്റിക്കായിട്ട് ഡിറ്റക്ട് ചെയ്തോളും. പിന്നീട് വീണ്ടും ഇന്റർനെറ്റ് ആപ്പിലേക്ക് മടങ്ങി വന്നതിന് ശേഷം ഫേസ് സ്കാൻ എന്ന ബട്ടൺ വീണ്ടും ക്ലിക്ക് ചെയ്യുക. പിന്നീട് ചോദിക്കുന്ന പോപ്പപ്പിനൊക്കെ അലോ കൊടുക്കുക.
അപ്പോൾ നമ്മൾ ഫേസ് ആർ ഡി ആപ്പിലേക്ക് റീഡയറക്റ്റ് ആവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ എങ്ങനെയാണ് ഫേസ് സ്കാൻ ചെയ്യേണ്ടത് എന്നതിനെ സംബന്ധിച്ച് ചില ഇൻസ്ട്രക്ഷൻസ് ഇവിടെ നൽകിയിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് വായിച്ചു നോക്കുക. അതിനുശേഷം താഴെ കാണുന്ന കൺസെൻറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഫോണിൻ്റെ ക്യാമറ ഓപ്പൺ ആയിട്ട് വരുന്നതാണ്. ഗ്യാസ് കണക്ഷൻ ആരുടെ പേരിലാണോ അദ്ദേഹത്തിൻ്റെ ഫേസ് ഈ സർക്കിളിൻ്റെ ഉള്ളിൽ വരത്തക്ക വിധത്തിൽ അദ്ദേഹത്തിൻ്റെ ഫേസിന് നേരെ ഈ ക്യാമറ തിരിച്ചു പിടിക്കുക. അതിനുശേഷം ജസ്റ്റ് കണ്ണൊന്ന് ചിമ്മി കൊടുക്കുക. അപ്പോൾ ഇവിടെ റൗണ്ടിൽ കാണുന്ന റെഡ് സർക്കിളിന് വരെ ഒരു ഗ്രീൻ സർക്കിൾ വരുന്നതാണ്. പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ഫേസ് ഈ ആപ്പ് ഡിറ്റക്റ്റ് ചെയ്യുന്നതാണ്. ഫേസ് കറക്റ്റായിട്ട് ക്യാപ്ചർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇമേജ് ക്യാപ്ചേർഡ് സക്സസ്ഫുള്ളി എന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. പിന്നീട് നിങ്ങളുടെ ഗുണഭോക്താവിൻ്റെ പേരും ബാക്കി ഡീറ്റെയിൽസും അവിടെ ഒരു പേജിൽ കാണിക്കുന്നതാണ്. അതിൻ്റെ താഴെയായിട്ട് സബ്മിറ്റ് ബട്ടൺ ഒരു കാണാനായിട്ട് സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അത്രയും ചെയ്യുന്നതോടുകൂടെ നിങ്ങളുടെ KYC കംപ്ലീറ്റ് ആവുന്നതാണ്. ഞാനിപ്പോൾ ഓൾറെഡി KYC ചെയ്തുകൊണ്ട് എനിക്കിപ്പോൾ അത് കംപ്ലീറ്റ് പ്രോസസ്സ് കാണിക്കാനായിട്ട് സാധിക്കത്തില്ല. ഇന്ത്യൻ ഓയിൽ 1 എന്ന ആപ്പിൽ മറ്റ് പല സേവനങ്ങളും ലഭ്യമാണ്. നമുക്ക് ഓൺലൈനിലൂടെ ഗ്യാസ് ഓർഡർ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ നമ്മൾ മുൻപ് നടത്തിയിരിക്കുന്ന ഗ്യാസ് റീഫില്ലിങ്ങിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ ലഭിക്കുന്നതാണ്. ഏതൊക്കെ ദിവസമാണ് പർച്ചേസ് ചെയ്തത്, അതിൻ്റെ ഇൻവോയ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിലൂടെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഓർഡർ സിലിണ്ടർ എന്ന മെനുവിലേക്ക് പോയിട്ട് മുകളിലായിട്ട് രണ്ടാമത് കാണുന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ പർച്ചേസ് നടത്തിയിരിക്കുന്ന എല്ലാ ഗ്യാസ് പർച്ചേസിൻ്റെ ഹിസ്റ്ററി നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ അതിൻ്റെ ഇൻവോയ്സും നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇന്ന് ഇന്ത്യൻ ഗ്യാസിൻ്റെ KYC എങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യുന്നതെന്നാണ് നമ്മൾ നോക്കിയത്. ഇതുപോലെ തന്നെ HP ഗ്യാസിനും ഭാരത് ഗ്യാസിനും അതത് കമ്പനികളുടെ മൊബൈൽ ആപ്പിൽ ഇതിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അതത് കമ്പനികളുടെ മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് KYC കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത ഇൻഫർമേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി.